ഞങ്ങളുടെ ഹിതപ്രധാനമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധീകരിക്കണമേ. അങ്ങേ ആരാധിക്കുവാനുള്ള ഒരു മനസ്സിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും വന്നതുപോലെ മടങ്ങി പോകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി ആരാധനയുടെ അനുഗ്രഹം പ്രാപിച്ചവരായി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവരായി ഇവിടുത്തെ മടങ്ങുവാൻ സഹായിക്കണമേ. ഈ ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥിക്കണമേ. വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ആരാധനയുടെ ഓരോ കാലങ്ങളും സ്വീകരിക്കണമേ. സകല സ്തുതി മഹത്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ലംഘനങ്ങളെ പൊറുക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തിലെ 43-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തന പുസ്തകത്തിലെ 43-ാമത്തെ പാട്ട്. സർവസൃഷ്ടഗണേ നമസ്കാരം. സാധാരണ ആരാധനക്രമം. കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ സാധാരണ ആരാധനക്രമം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയം ഉള്ളവരെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളേക്കു പറയുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം എവിടെ നാമത്തിൽ ഉള്ളത്. ഭൂമിയുണ്ടാക്കിയത്
എൻ്റെ കുറ്റം ക്ഷമിച്ചു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവ് രക്ഷിതാവുമായുള്ളോവേ, അരിഷ്ടപാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവർ അശുദ്ധരുമാകുന്നു എന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് പറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നീക്കം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ രാജാവായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിനേൽപ്പിച്ചതിനെ ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിമിത്തം ക്ഷമിക്കണമേ. നിന്നെ നിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ വായ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആരംഭവാക്യത്തിന് പകരമായി 138-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 138. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധമന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദൈവം വിശ്വസ്തയും തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാക്കിനെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വായനകളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദുരിതം അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നിന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എനിക്ക് വേണ്ടി സമാധാനം വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിലെ മനുഷ്യർക്ക് സമാധാനം. കർത്താവേ, സ്വർഗീയ രാജാവേ, സർവ്വശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മേഘജാലമേ, സുസ്തം കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായ യഹോവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മൗനനാകുന്നു. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കുള്ള ഒരുക്കത്തേക്കാൾ കേൾപ്പാൻ എപ്പോഴും അധികം ഒരുക്കമുള്ളവൻ, ഞങ്ങൾക്കുള്ള യോഗ്യതയെക്കാളും ആശയെക്കാളും അധികം തരാൻ എപ്പോഴും സന്മനസ്സുള്ളവനുമായ സർവശക്തിയുള്ള നിത്യദൈവമേ, ഞങ്ങളുടെ മേൽ നിന്റെ കരുണയെ പരിപൂർണമായി ചൊരിഞ്ഞ് ഞങ്ങളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് യേശു ക്രിസ്തുവിന്റെ സമ്പാദ്യവും മധ്യസ്ഥ നിമിത്തമല്ലാതെ ചോദിപ്പാൻ യോഗ്യതയില്ലാത്ത നന്മകളെ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പോൾ പുതിയ പുസ്തകത്തിൽ 196 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 196 പാട്ട്, വലിയ പുസ്തകത്തിൽ 178 പാട്ട്. വലിയ പുസ്തകത്തിൽ 178 പാട്ട്. ഉന്നതനാം ഗംഗ
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 12ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഭാഗം വിശുദ്ധ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സീയോനെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അവൻ അതിലെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിലെ മരുഭൂമിയെ ഏതേനെ പോലെയും അതിന് നിർജ്ജന പ്രദേശങ്ങളെ യഹോവയുടെ തോട്ടം പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അത് ഉണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾക്കുവിൻ. എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ നീതി സമീപമായിരിക്കുന്നു. എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഭുജത്തിൽ അവയെ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ. താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പൊയ്പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖനഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 12-ാം അധ്യായം 8-ാം വാക്യങ്ങൾ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 12-ാം അധ്യായം 8-ാം വാക്യങ്ങൾ. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രി അയയുന്നവൻ ആർ? അവന് വലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്പുതുക്കി രൂപാന്തരപ്പെടുത്തും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നുള്ളതാണ്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഇവിടെ ലേഖന ഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്ക് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യം. കർത്താവേ, നിനക്ക് യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്തെ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോട് പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇവിടെ സുവിശേഷകർ വായിച്ചു. വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ വായിക്കപ്പെട്ട് കന്യകയിൽ ജനിച്ച് ക്രൂശിക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ പാപവും ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പുസ്തകത്തിൽ 318-ാമത്തെ പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 318, വലിയ പുസ്തകത്തിൽ 290-ാമത്തെ പാട്ട്. വലിയ പുസ്തകത്തിൽ 290. Amen.
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തുയേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭ്യമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 12-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നേരത്തെ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 15-ഉം 16-ഉം വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടുവാനും ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങയെ ആരാധിക്കുവാനും അങ്ങ് തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായി കൂടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി തന്ന ഒരു വചനത്തിനായി സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ ആത്മാവിൽ നിറയ്ക്കണം. വചനം ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ, വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ധ്യാനഭാഗം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ചിലർ യോഹന്നാനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവോ മറ്റു പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു. കർത്താവ് അപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എപ്രകാരം എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു? നിങ്ങൾ എപ്രകാരം എന്നെ ഉൾക്കൊള്ളുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുന്ന ഉത്തരം വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായി നമുക്ക് കാണാം.
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എത്രമാത്രം പത്രോസ് യേശു വിശ്വസിക്കുന്നു, ശിഷ്യന്മാർ എപ്രകാരം യേശുവിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷീകരണമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു സാക്ഷാൽ ആരാണ് എന്നുള്ള ഒരു ഉത്തരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കർത്താവ് പറയുന്നു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. വിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വിശ്വാസം പരിശുദ്ധാത്മാവിൽ നൽകപ്പെടുന്നതാണ്. വിശ്വാസം സ്വയമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. വിശ്വാസം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നു. നമ്മെ വിശ്വാസം ഉളവാക്കുന്നതും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാൻ ആരാണെന്നുള്ളത് ഇന്നും പലർക്കും സംശയമാണ്. യേശു ക്രിസ്തു ആരാണെന്നുള്ളത്. യേശു സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന തിരുവചനം സാക്ഷീകരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, യഹോവയായ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നവൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിക്കുന്നവനാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്നും നാം വിടുവിക്കുന്നവൻ. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നവൻ. നാം എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ആകുലപ്പെട്ടിരിക്കുകയാണോ, ചിന്താകുലത്തിലായിരിക്കുകയാണോ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായ വിടുതൽ നൽകുന്നവൻ. നമ്മുടെ സകല പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും മാറ്റുന്നവൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ അപ്രമേയം അഗാധം എന്നാണ് വിശുദ്ധ റോമർക്ക് ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത്. അതെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അത് അപ്രമേയമാണ്, അത് അഗാധമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. ദൈവം തന്റെ ജനത്തെ, തന്റെ സഭയെ, തന്റെ ദൈവിക രാജ്യത്തെ ശക്തിയായിട്ട് വളരുമാറാക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഒന്നിനും അതിനെ ജയിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ഒന്നിനും ദൈവം തന്റെ ജനത്തെ, തന്റെ സഭയെ, തന്റെ രാജ്യത്തെ ദൈവം പരിപോഷിപ്പിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് തിരുവചനം പറയുകയാണ്. നമ്മെ പരാജയപ്പെടുത്തുവാനായിട്ട് ഒന്നിനും സാധ്യമല്ല. നാം ദൈവമക്കളാണ്. നാം നീതിയെ പിന്തുടരുന്നവരായിട്ട് നാം ജീവിക്കുക. അവന്റെ യഥാർത്ഥ മക്കളായിട്ട് നാം ജീവിക്കണം. നാം യഥാർത്ഥമായിട്ട് അവന്റെ സാക്ഷികളായിട്ട് ശ്രമിക്കണം. തിരുവചനം പറഞ്ഞനുസരിച്ച് നാം യഹോവയുടെ വാക്ക് കേൾക്കണമെന്നാണ് യെശയ്യാവ് 51-ാം അധ്യായത്തിൽ അവിടെ പ്രവാചകൻ പറയുന്നത്. അതെ, നാം ദൈവത്തിന്റെ വാക്കുകളെ, യഹോവയുടെ വാക്കുകളെ നാം കേൾക്കണം. ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. ദൈവം വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവും ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, പുറത്തു നിൽക്കുന്ന ഒരാളായിട്ടല്ല, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കുന്നു.
വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് നാം ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ നാം മനസ്സുള്ളവരായിട്ട് കാണപ്പെടണം. പലപ്പോഴും ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പല തീരുമാനങ്ങളും നാം പെട്ടെന്ന് ചാടിക്കേറി എടുക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാതെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ യുക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം തീരുമാനങ്ങൾ എടുക്കുന്നു. പലപ്പോഴും പരാജയപ്പെടുന്നു. ദൈവത്തിന്റെ അരുളപ്പാടിനായി, ദൈവത്തിന്റെ വാക്കുകൾക്കായി, ദൈവത്തിന്റെ ശബ്ദത്തിനായി നാം ഒരുങ്ങിയിരിക്കണം. പ്രവാചകന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചവരല്ല, സ്വന്തം ആലോചന പ്രകാരം സംസാരിച്ചവരല്ല, തങ്ങൾക്ക് ബോധിച്ച പോലെ അല്ല അവർ പ്രബോധിപ്പിച്ചത്. ദൈവത്തിന്റെ നാവായി ഇന്ന് അവർ സംസാരിച്ചു. ദി മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നാവ്, ദൈവത്തിന്റെ വായായിരുന്ന് സംസാരിച്ചു. ദൈവത്തിന് പകരമായി ദൈവം എന്ത് പറഞ്ഞുവോ അത് മാത്രം സംസാരിച്ചു. ദൈവത്തിന്റെ ശബ്ദത്തിനായി, ദൈവത്തിന്റെ അരുളപ്പാടിനായി ക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തിന്റെ വാക്ക് നാം കേൾക്കണം. വചനത്തിലൂടെ അവൻ നമ്മോട് സംസാരിക്കുന്നു. വചനം നാം ശ്രദ്ധയോടെ കേൾക്കണം. വചനം ശ്രദ്ധയോടെ കേട്ട് അത് മനസ്സിലാക്കി വചനത്തെ അനുസരിക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരായിരിക്കുവാനായിട്ട് പാടില്ല. പലപ്പോഴും നാം വചനം ധാരാളം കേൾക്കുന്നു. പലതരത്തിൽ നാം കേൾക്കുന്നു. ദേവാലയത്തിൽ നിന്നും, മറ്റ് സുവിശേഷ യോഗങ്ങളിൽ നിന്നും, മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നാം വചനം കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ശരിയായിട്ട് നാം വചനം ഗ്രഹിക്കുന്നുണ്ടോ? വചനം നാം കേൾക്കുന്നുവെങ്കിലും ശരിയായിട്ട് നാം വചനം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വചനം ശരിയായിട്ട് ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ യെശയ്യാവ് 51:1 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, നീതിയെ പിന്തുടരുകയും യഹോവയെ അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ അനുഗ്രഹം പകരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, നീതിയെ പിന്തുടരുന്ന തന്റെ മക്കളെ, യഹോവയെ അന്വേഷിക്കുന്നവരെ അവൻ കരുതുകയാണ്. നാം നമുക്ക് ബോധിച്ച പോലെ നടന്നിട്ട് ദൈവത്തിൽ നിന്നും അകന്ന് നാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വഴികൾ നടന്നിട്ട് ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. ഞാൻ എങ്ങനെ ജീവിച്ചാലും ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്ന് പറയുവാനായിട്ട് അവകാശമില്ല. നീതി പ്രമാണിക്കുന്നവർ, നീതിയെ പിന്തുടരുകയും യഹോവയെ അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തിന് കരുണയുള്ളൂ. അവർക്ക് മാത്രമേ ദൈവമക്കളായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ദൈവമക്കളല്ല. എല്ലാവരും ദൈവമക്കളല്ല. നാം പറയാം ദൈവമക്കൾ എന്ന് പറയാറുണ്ട്, നാം ക്രിസ്ത്യാനി എന്ന് പറയാറുണ്ട്. എന്നാൽ എല്ലാവരും ദൈവമക്കളാണോ? എല്ലാവരും ക്രിസ്ത്യാനികളാണോ? പേര് കൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അർത്ഥമില്ല. പേരിന് ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീതിയെ പിന്തുടരുകയും യഹോവയെ അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നാം ദൈവിക പരിജ്ഞാനമുള്ളവരായിട്ട് തീരണം. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം എപ്രകാരം, എത്രമാത്രം വേദപുസ്തകത്തിൽ നമുക്ക് പരിജ്ഞാനമുണ്ട്. പലപ്പോഴും ശരിയായ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നാം വീണുപോകുന്നു. പലരും നമ്മെ തെറ്റിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും തെറ്റിക്കുന്നു. പുതിയ പല കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ അത് ശരിയാണോ എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് പലതുമായ കള്ള ഉപദേശങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ പോലും വേദപുസ്തകത്തിന് വിപരീതമായിട്ടുള്ള ധാരാളം കള്ള ഉപദേശങ്ങൾ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രചരിക്കപ്പെടുകയാണ്. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, നാം കേൾക്കുന്ന വചനങ്ങൾ ശരിയാണോ, അത് ദൈവഹിത പ്രകാരമുള്ളതാണോ എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവിക പരിജ്ഞാനം, വചനത്തിലുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നാം ദൈവവചനം എപ്രകാരം ശ്രദ്ധയോടെ കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, ദൈവവചനം നാം ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം വികലമാണോ? പലപ്പോഴും വികലമാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ പരിജ്ഞാനം നമുക്ക് ആവശ്യം. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ പരിജ്ഞാനം, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നതാണ് ശരിയായ വിശ്വാസം, ശരിയായ പരിജ്ഞാനം. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നത്, വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ പരിജ്ഞാനം.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനമാണ്. അത് ഏത് വ്യക്തിക്കുണ്ടോ അവനാണ് ജ്ഞാനി. അന്നത്തെ വലിയൊരു പണ്ഡിതനായ പൗലോസ് പറയുകയാണ്, തത്വജ്ഞാനിയായ വലിയ ജ്ഞാനിയായ പൗലോസ് പറയുകയാണ്, ഈ ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല യഥാർത്ഥ ജ്ഞാനം, വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അത് ആർക്കുണ്ടോ അവനാണ് ജ്ഞാനി. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. നാം എത്രമാത്രം ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ എത്രമാത്രം വിശ്വസിക്കുന്നു, അവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള എത്രമാത്രം നാം ഉറയ്ക്കുന്നു. പലപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, ഇഹലോകപരമായ കഷ്ടത കടന്നു വരുമ്പോൾ നാം പതറിപ്പോകുന്നില്ലേ? രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും മറ്റു പലതുമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നാം പതറിപ്പോകുന്നില്ലേ? സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നാം മറന്നു പോകുന്നില്ലേ? കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, കർത്താവ് നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മോട് കൂടെ ഉണ്ട്. യേശു ജീവന്റെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉള്ള തിരിച്ചറിവാണ് യഥാർത്ഥ പരിജ്ഞാനം എന്ന് തിരുവചനം പറയുകയാണ്. അത് വെളിപ്പെടുത്തി തരുന്നത് സ്വർഗീയ പിതാവ് എന്ന് തിരുവചനം പറയുകയാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് ജീവിതാഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് ആശ്രയം അർപ്പിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നാം പ്രാപിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം ഉയർച്ച പ്രാപിക്കുന്നു. നാം യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുമ്പോൾ, നീതി നാം പിന്തുടരുമ്പോൾ, ദൈവത്തെ യഥാർത്ഥമായിട്ട് നാം അന്വേഷിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരികയാണ്. മുൻപുള്ള അവസ്ഥയിൽ നിന്ന് മാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം ആയപ്പോൾ, വചനം നാം ശരിയായിട്ട് ഗ്രഹിച്ചപ്പോൾ, ദൈവത്തോട് നാം കൂടുതൽ ചേർന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന അഭിവൃദ്ധി നാം ചിന്തിക്കണം. എന്തുമാത്രം നന്മകൾ നാം പ്രാപിച്ചിരിക്കുന്നു. പണ്ടുള്ള അവസ്ഥയാണോ നമുക്കിപ്പോൾ ഉള്ളത്, നമ്മുടെ സഭയ്ക്ക് ഇപ്പോൾ ഉള്ളത്? എന്തുമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാം ജീവിത അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ നാം ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. നാം ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്, ന്യായവിധിയിൽ നിന്നും നാം വിടുവിക്കപ്പെടുകയാണ്. ജീവിത അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ആത്മീയമായും ഭൗതികമായും നാം അനുഗ്രഹിക്കപ്പെടുന്നു. അത് ദൈവത്തിന്റെ ദാനം എന്ന് നേരത്തെ പറഞ്ഞു. ദൈവത്തിന്റെ ദാനമാണ് ഈ വിശ്വാസം, ഈ രക്ഷയിലേക്കുള്ള ദൈവത്തിന്റെ ക്ഷണം ദൈവത്തിന്റെ ദാനമാണ്. ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ വിശ്വാസത്തിൽ അനുദിനം ബലപ്പെടുത്തുകയാണ്. എപ്പോഴും കർത്താവിനോട് പറ്റിച്ചേരുന്നവരായിട്ട് നാം കാണപ്പെടുകയാണ്. നീതിയുക്തമായ ഒരു ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ജീവിത വിശുദ്ധിയും നന്മയും നീതിയും ഉണ്ടാകണം. കപടതയും കള്ളത്തരങ്ങളിൽ നിന്ന് എല്ലാ തലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ, ക്രിസ്തീയ മണ്ഡലത്തിൽ ഇത് ധാരാളം കാണാം. കള്ളത്തരങ്ങളും കുബുദ്ധികളും ധാരാളമുണ്ട്. അതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, ഇതൊക്കെ വീണു പോകുന്ന അവസ്ഥയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നോക്കുകയാണ്. നാം നമ്മുടെ ഹൃദയത്തിൽ നോക്കുന്ന നീതിയുള്ളവരാണോ, നാം അവനെ അന്വേഷിക്കുന്നവരാണോ എന്ന് കർത്താവ് നോക്കുകയാണ്. ഓരോ സമയവും കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു, പരിപാലിക്കുന്നു. ഒരു ദിവസം നാം എത്രമാത്രം കർത്താവിനെ കുറിച്ച് ഓർക്കുന്നു. ഓരോ സമയവും കർത്താവ് നമ്മെ പരിപാലിക്കുകയാണ്. നമ്മുടെ യാത്രയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ തലങ്ങളിലും കൂടെ ഇരുന്ന് നമ്മെ കയ്യിൽ താങ്ങുന്നു. നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മെ വഹിക്കുകയാണ്. അവൻ തന്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. വച്ചിരിക്കുന്നുവെന്നല്ല, വച്ചിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ പോകാം. വരച്ചിരിക്കുന്നത് എങ്ങനെ തുറന്നാലും
പോകുകയില്ല. അവൻ നമ്മെ തൻ്റെ ഉള്ളകയിൽ നമ്മെ വരച്ചിരിക്കുകയാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ വേണം അവൻ നമ്മെ താങ്ങുകയാണ്. നാം നമ്മുടെ പാപങ്ങളെ ദിവസത്തിലേക്ക് പറയേണ്ടതായിട്ടുണ്ട്. പാപമോചനം നാം പ്രാപിക്കണം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ നാം ഏറ്റു പറയണം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ അനീതിയുടെ പ്രവൃത്തികൾ, കപടതയുടെ പ്രവൃത്തികൾ, കള്ളത്തരങ്ങൾ, ഇതൊക്കെ നാം മാറ്റേണ്ടതായിട്ടുണ്ട്. പാപമോചനം നാം പ്രാപിക്കണം. പാപി എന്ന് നാം സമ്മതിക്കണം. ദാവീദ് രാജാവിനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ ഞാൻ പാപി എന്ന് സമ്മതിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുകയാണ്. കപടതയും കള്ളത്തരങ്ങളും ഉള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, കപടവിശ്വാസം, കപടഭക്തി, ഇതൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല. കപടഭക്തി, കപടവിശ്വാസം, അനീതി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നന്മയുള്ളതായി, നീതിയുള്ളതായി തീരുകയാണ്. കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീതിയെ പിന്തുടരുന്നവരെ, യഹോവയെ അന്വേഷിക്കുന്നവരെ അവൻ അനുഗ്രഹിക്കുകയാണ്. ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം അവൻ പരിപാലിക്കുന്നു. സകലരും ഈ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്റെ പുത്രനെ നൽകിക്കൊണ്ട് സകല ജനത്തെ വീണ്ടെടുക്കുകയാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് സകലരെയും തന്റെ മക്കളാക്കി തീർക്കുന്നു. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാനായിട്ട് പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് വളരെ ഇഷ്ടപ്പെടുകയും പ്രിയപ്പെടുകയും ചെയ്യുന്നു. നാം നമ്മുടെ കൂടെ ഉള്ളവരെ വെറുക്കാം, നിസ്സാരരായിട്ട് കാണാം, പുച്ഛിക്കാം. പക്ഷേ ദൈവത്തിന് വിലയേറിയവരാണ് നമ്മുടെ കൂടെ ഉള്ളവർ. ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണേണ്ടതായിട്ടുണ്ട്. ആരെയും നിസ്സാരരായിട്ട് നാം കരുതരുത്. ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണേണ്ടതായിട്ടുണ്ട്. കർത്താവിന് ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ഓരോരുത്തരെയും കർത്താവ് പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് നീതിയെ പിന്തുടരാം. സ്വർഗരാജ്യത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ എവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ധർമ്മശേഖര വാക്യം ചൊല്ലി പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവി എന്നിൽ പുതുക്കേണം. തള്ളി സന്തോഷം എനിക്കു തിരികെ കാണണമേ. രസമുള്ള ആത്മാവേ എന്നെ കാണണമേ. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാൽപ്പത്തിൽ ഞങ്ങൾക്കായിരിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുവാൻ, യഥാർത്ഥമായി തന്നെ പ്രതീക്ഷിപ്പാൻ പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ വചനങ്ങൾക്കായി ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയായി അന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ചിന്തിക്കുന്നു. നല്ല ദിനമാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങൾ നിക്ഷേപിപ്പാൻ, വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ ശരിയായ പരിജ്ഞാനം പ്രാപിക്കുവാൻ, ക്രിസ്തുവിൽ ഞങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം പ്രാപിക്കുവാൻ ഞങ്ങളെ
ഞങ്ങളെ സഹായിക്കണം. സംശയിക്കാതെ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാതെ ഞങ്ങളെ സഹായിക്കണം. ഇഹലോകപരമായ പ്രതികൂലങ്ങളും കഷ്ടതകളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പതറിപ്പോകാതെ കർത്താവ് കൂടെയുണ്ട് എന്ന് ഉറച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥിക്കണം. അങ്ങ് വ്യക്തിപരമായി കുടുംബമായി അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നുവല്ലോ. തകർന്നതും മുറിഞ്ഞുമായ ദൈവമേ നിരസിക്കുന്നില്ലല്ലോ. ഉള്ളതിലെ പ്രാർത്ഥനകൾക്കൊത്തം യാതനകൾക്കൊത്തം എന്ന് പ്രവർത്തിക്കണം. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഈ സമീപവും ഈ ദിവസം ആരാധിക്ക് വരുവാൻ സാധിക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമീപവും വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രാഥമികതയും കരുതി അനുഭവിപ്പാൻ, സ്വർഗീയമായ സംരക്ഷണം അനുഭവിപ്പാൻ, സ്വർഗീയ നന്മ അനുഭവിപ്പാൻ കർത്താവെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ വാർദ്ധക്യ സകലമായ എല്ലാ ക്ഷീണതകളും എല്ലാ പ്രയാസങ്ങളും നീക്കണമേ. അന്ത്യത്തോളം വിശ്വാസ സ്ഥിരത പ്രകടിപ്പിക്കുവാൻ കർത്താവിൽ പൂർണ്ണമായിട്ട് നിലനിർത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മുതിർന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ യുവനക്കാരായ മക്കളെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ലോകത്തിൽ നൽകി വരാതാതെ കർത്താവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്ത് മുറുകെ പിടിക്കുവാൻ, വചനപ്രകാരം ഉയർവാൻ സഹായിക്കണം. നമ്മുടെ മക്കളായി വിളങ്ങുവാൻ സഹായിക്കണം. ഞങ്ങളുടെ യുവന അർത്ഥപൂർണ്ണമാക്കി മാറ്റുവാൻ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈകുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവമേ, നിങ്ങളെ അനുസരിക്കാൻ പാർക്കണം. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണം. കാന്തികോപാധി പ്രകാശവുമാകും വചനം പഠിച്ച് വചനത്തിൽ വേരൂന്നി വളരുവാൻ നിങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട പുതിയ തലമുറ കർത്താവ് ഞങ്ങളുടെ ദേശത്തിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രൂപപ്പെടുവാൻ ഇടയാക്കണം. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലമായ രോഗാവസ്ഥകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, എന്ത് രോഗമായാലും അത് നിങ്ങളുടെ മുമ്പിൽ നിസ്സാരമാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ കർത്താവ് കടാക്ഷിക്കണമേ. അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. പൂർണ്ണ രോഗ സൗഖ്യം പ്രാപിച്ചുകൊണ്ട്, രോഗസുഖം പ്രാപിച്ചുകൊണ്ട്, വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, കർത്താവിനെ സ്പർശിച്ചു, കർത്താവിനെ വിടുവിച്ചു, എന്റെ കർത്താവ് വലിയവൻ, എന്നോട് കൂടെ ഇരുന്നു, എന്നെ വഴി നടത്തി, എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് പറയുവാനൊക്കെ വേണം. അത്ഭുതം പ്രവർത്തിക്കണം. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. മാനസികമായ പ്രയാസത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആഗ്രഹത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലതിനും ചിന്താരപ്പെട്ട മനം കലങ്ങിയായിരിക്കുന്നവരെ പ്രാർത്ഥിക്കും. കർത്താവെ, പാർക്കണമേ. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കണം. ഒരു പ്രത്യാശ, ചൈതന്യമുള്ള പകരണമേ. കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് ശരിയായ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാമ്പത്തിക ഞെരുക്കങ്ങളെ കർത്താവ് നീക്കണം. കടപ്പാരങ്ങളെ കർത്താവ് നീക്കണം. സമൃദ്ധി പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവ്, ഞങ്ങളുടെ ഈ കാച്ചാൻ ഗോസ്ബൽ യൂതൽ സഭയ്ക്കായി പ്രാർത്ഥിക്കും. ഇപ്രകാരം സഭ ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് നന്ദി പറയും. കർത്താവ്, ഞങ്ങളുടെ ഈ സഭ ആത്മീകമായി ഭൗതികമായി വളർന്ന് പദ്ധതിക്കുവാൻ ഇടയാക്കണം. ധാരാളം പേര് ഈ സഭയോട് ചേർക്കപ്പെടുവാൻ, ഈ സഭയിൽ പറ്റിച്ചേരുവാൻ ഇടയാക്കണം. കർത്താവെ, ഈ ദേശവാസികളെ ഓർത്ത് ഈ സഭയിലൂടെ അങ്ങോട്ട് കാണുക. കർത്താവ്, യേശു പ്രാർത്ഥിക്കുവാൻ ഇടയാക്കണം. ഈ ദേശത്തിന് ഞങ്ങളുടെ ആത്മാവിനെ പകരണം. ഓരോരുത്തരും അങ്ങ് അറിയുന്നതിന് ഇടയാക്കണം. ഓരോരുത്തരും യേശു പ്രാപിക്കുന്നതിന് സഹായിക്കണം. പരിശുദ്ധ കർത്താവെ പ്രവർത്തിക്കണം. ഞങ്ങളുടെ ഈ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഇതുവരെയും കർത്താവിനുടെ ഓർത്ത് നന്ദി പറയും. ഇനിയും ധാരാളം പണികൾ അവശേഷിക്കുന്നുവല്ലോ. പണികൾ ദൈവത്തെ പൂർത്തീകരിക്കുവാനുള്ള എല്ലാ മുഖാന്തരങ്ങളും നമ്മൾ ഒരുക്കണം. സാമ്പത്തികമായ പ്രകടനങ്ങൾ കുറക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദേവാലയങ്ങളോട് നിർമ്മിക്കുവാൻ കർത്താവിനെ സഹായിക്കുന്ന സംഘത്തിൽ പണിയണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കടത്തുകാൽ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. കർത്താവെ, കടത്തുകാൽ സഭയെ പുതുക്കുവാതൊക്കെ വേണം ഞങ്ങളെ ഒരിക്കലിനായിട്ട് നന്ദി പറയുന്നു. പണികൾ പൂർത്തീകരിച്ച് കർത്താവ് നന്ദി അർപ്പണാരാധന ക്രമീകരിക്കുവാൻ സഹായിക്കണം. കർത്താവെ, പണികൾ പൂർത്തീകരിക്കുവാൻ എല്ലാ കൃതജ്ഞതകൾക്ക് നൽകണം. പ്രത്യേകിച്ച് കർത്താവെ, ആ കോമ്പൗണ്ട് കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അത് മാറുവാൻ, ആ തടസ്സങ്ങൾ മാറുവാൻ കർത്താവ് പ്രവർത്തിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഭാഗത്ത് കർത്താവ് യുക്തമായിട്ട്
ഇതുണ്ടാകുവാൻ സഹായിക്കണം. കർത്താവിന് പൂർവ്വമായി നിങ്ങൾ ലഭിപ്പാൻ ഇടയാക്കണം. കർത്താവിനാൽ പോകുമ്പോൾ കേട്ടി സംരക്ഷിക്കുവാൻ, ആലയത്തെ പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ ഇടയാക്കണം. അവിടെ ധാരാളം വിശ്വാസികൾ കടന്നു വരുവാനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് തുറക്കണമേ. കർത്താവ് ആലയത്തെ അങ്ങേക്ക് പ്രയോജനപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പണികളിലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് ലോകത്ത് ബാധിച്ചിരിക്കുന്ന ഈ കൊറോണ വൈറസ് എന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. കോവിഡ്-19 രോഗത്തെ ലോകത്തിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അജ്ഞാതനം അത് നിർജ്ജീവമായി പോകുക, അതിലോകത്ത് മാറിപ്പോകുവാനെ സഹായിക്കണം. ഉള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. പ്രത്യേകിച്ച് കോവിഡ്-19 ബാധിച്ചിരിക്കുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കും. പൂർണ്ണമായി സൗഖ്യപ്പെടുത്തലുമെന്ന് നൽകണം. രോഗികൾ ചികിത്സിക്കുന്ന കർത്താവ് ആരോഗ്യ പ്രവർത്തകരെ ഓർക്കും, മറ്റു സന്നദ്ധ പ്രവർത്തകരെ ഓർക്കും. അവരെ ബലപ്പെടുത്തണമേ. കടന്നു പോകാതെ വ്യാപരിപ്പാൻ സഹായിക്കണം. ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുക കർത്തവ്യം സഹായിക്കണം. കർത്തവ്യം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ഭാഗങ്ങളും കൂടെ ഞങ്ങളെ നയിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. പുതിയ പുസ്തകത്തിൽ 449 പാട്ട് പാടാം. വലിയ പുസ്തകത്തിൽ അതില്ല, പുതിയ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. 449.
പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മാസ്റ്ററി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് രാജു ഡി നെല്ലിവിട. മിഷൻ വീടിൻ്റെ മെയിൻ്റെനൻസിനായിട്ട് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ഡൊമിനിക് സുന്ദരിപ്പത്. കളത്തുകാർ സഭയുടെ മെയിൻ്റെനൻസ് പണികൾക്കായിട്ട് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ആദിയ അദീന. കളത്തുകാൽ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രദീപ് കുമാർ വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സെൽവരാജ് അനുഗ്രഹ വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എം റോബിൻസൺ വിശേഷാൽ കാണിക്ക സമർപ്പിച്ചു. നന്ദിയർപ്പണ കാണിക്കകൾ ദെബോറ ലിയോൺ, റോയിരാജ്, സന്ധ്യ റോയിരാജ് ദമ്പതികൾ സമർപ്പിച്ചിരിക്കുന്നു. പുഷ്പ കളത്തുകാർ, ചന്ദ്രിക. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹത്തിന്റെയും പ്രകടമായ ദാതാവായ സ്വർഗീയ പിതാവേ, അങ്ങനെ പ്രദാനം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കാര്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ വിശുദ്ധ ശബ്ദത്തിൽ അങ്ങയുടെ പാദത്തിലായിരിക്കുവാൻ, അങ്ങയിൽ സന്തോഷിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചു. അങ്ങ് എത്ര നല്ലവനും വീണ്ടും തിരിച്ചറിവാനത്തവണ്ണം അങ്ങയുടെ ഒരിക്കലിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേണ്ട സന്നിധിയിൽ നേർച്ചകളുമായി കാഴ്ചകളുമായിട്ട് സന്നിധിയിലായിരിക്കുന്ന മക്കളനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച സ്വീകരിക്കണമെന്ന് കൂടുതലായി ആലയത്തിൽ പ്രവേശിക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമ്പത്തിക പദ്ധതികളും നൽകുന്നത്. പരിശുദ്ധ മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന ഈ കുടുംബത്തെ ഓർക്കും. ഒരു മാസക്കാലം ദൈവം നൽകിയ അനുഗ്രഹത്തിൽ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ നീ കുടുംബത്തെ സഹായിക്കുക. ആത്മീയമായ നന്മകളാൽ ഭൗതികമായ അനുഗ്രഹങ്ങളാൽ പറയുന്നത് പരിശുദ്ധ ഞങ്ങളെ ആലയത്തിന്റെ പണികൾക്കായി കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സന്നിധി കൊടുക്കുന്നു. ദൈവത്തെ കാണിക്ക് സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ ആലയത്തെ കുറിച്ചുള്ള എഴുതിനായി വാഞ്ചയ്ക്കായി നന്ദി പറയുക. അവരുടെ അധ്വാനത്തിൽ നിന്നും അവരുടെ പരിശ്രമത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥനയിൽ നിന്നും അവർ നൽകിയിരിക്കുന്ന കാണികളെ സ്വീകരിക്കണം. കൂടുതലായിട്ട് നൽകുവാൻ തക്കവണ്ണം സഹായിക്കണം. ആത്മീയമായും ഭൗതികമായും വഴി നടക്കണം. പരിശുദ്ധ കർത്താവേ, കളത്തുകാൽ സഭയുടെ പണികൾക്കായിട്ട് കാണിക്ക് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോ കർത്താവിൻ പേരായി കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് കൊടുത്ത കരുതലിനായി ആ വാഞ്ചിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവിനെ കൂടുതലായിട്ട് സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, സഭ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനും ഇടയാക്കണം. ഓരോരുത്തരെയും അങ്ങ് പേരായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് ആശീർവദിക്കണമേ പ്രാർത്ഥന. ദൈവമേ, മിഷൻ വീടിന്റെ മീനായിട്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന കുടുംബത്തോ കർത്താവ് കടാക്ഷിക്കണമേ. കർത്താവിന് കൂടുതലായിട്ട് ആത്മീയമായി ഭൗതികമായി നന്മകളനുസരിക്കണമേ. കൂടുതലായിട്ട് ദൈവിക മൗഖ്യത്തിനായി നൽകുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണം. ആവശ്യമായ എല്ലാ നന്മകളും പകരണം. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോ ഇതേപോലെ ലിയോണിനെ ഞങ്ങൾ സമീപിക്കുന്നു. ഈ മകളെ കിട്ടാൻ പ്രാർത്ഥിക്കണമേ. കുടുംബനാഥ ഉദ്ദേശത്തോടു കൂടി കാണിക്ക് നൽകിയിരിക്കുന്നു കർത്താവ് അറിയുന്നത്. കർത്താവ് ഉദയുന്നതിനായിട്ട് നന്ദി പറഞ്ഞു. നമുക്ക് നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി കർത്താവിന്റെ ദാസിയായി പോയി കർത്താവിന്റെ
പ്രതികാരിക്കുക തന്റെ കുടുംബത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനും ശുദ്ധാത്മം നിർവഹിക്കുവാനും ഇടയാക്കണം. ഈ യോജനകളുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങളവും 2 കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചെറുപ്രായങ്ങളിൽ തന്നെ നലബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാനും ഇടയാക്കണം. പരിശുദ്ധ കർത്താവിനെ വിശിഷ്ടായി കാണിക്കാൻ നൽകിയിരിക്കുന്ന റോഹിരാജിനെയും കുടുംബത്തിനെ ഈശ്വരനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ റോഹിരാജിനോർത്തും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് ആവശ്യമായിരിക്കും നന്മകളെ പ്രദാനം ചെയ്യണം. അദ്ദേഹത്തിന്റെ ജോലി തലങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണം. ജോലി ഉയർച്ച പ്രാപിക്കുവാൻ നന്മ കുറിപ്പാൻ ഇടയാക്കണം. കുടുംബനാഥിയെ പ്രാർത്ഥിക്കുന്നു. സന്ധ്യ അനുഗ്രഹിക്കണമേ. ഉൽക്കമയായ കുടുംബനാഥിയായി ശ്രദ്ധിക്കുക. എപ്പോഴും കർത്താവിനെ അന്വേഷിക്കുന്ന കുടുംബനാഥിയായി വചനങ്ങളെ ശോഭിച്ചിട്ട് പ്രിയപ്പിക്കുന്ന കുടുംബനാഥയായി ഇടയാക്കണം. ദാനമായിട്ട് നൽകിയിരിക്കുന്ന മകനവും പ്രാർത്ഥിക്കും. ചെറുപ്രായത്തിൽ തന്നെ നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാൻ സഹായിക്കണം. ദൈവമേ, നൽകിയിരിക്കുന്ന കാണിക്കം സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവിനെ വിശിഷ്ടാൽ കാണിക്കാൻ നൽകിയിരിക്കുന്ന കർത്താവിന്റെ വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായി ദൈവഭയത്തിനായി ദൈവാശ്രയത്തിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാവായി ജീവിക്കുവാൻ സഹായിക്കുന്നവർ നാടിയുടെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂടെ ഇരിക്കണമേ. കുടുംബനാഥിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബലഹീനതകളെ കർത്താവ് കാണുന്നത് അതിന്റെ ക്ഷീണതകളെ രോഗബന്ധനങ്ങളെ നീക്കണം. അന്ന് തൊട്ട് സുഖപ്പെടുത്തണം എന്ന ആരോഗ്യത്തോടെ ബലത്തോടെ അങ്ങ് സാക്ഷീകരിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണം. പരിശുദ്ധ കർത്താവിനെ വിശിഷ്ടാൽ കാണിക്കാൻ നൽകിയിരിക്കുന്ന ചന്ദ്രിക എന്ന പ്രിയ മാതാവിനെ പ്രാർത്ഥന കർത്താവ് നൽകി വരുന്ന നന്മകളവും അനുഗ്രഹങ്ങളവും പ്രത്യേകിച്ച് വിശ്വാസത്തിനായി കർത്താവിന്റെ ആശ്രയത്തിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാവ് പ്രാർത്ഥനാ മനുഷ്യനായി കാണപ്പെടുവാൻ സഹായിക്കുന്നത് ലോകപരമായ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പകരാതെ കർത്താവ് പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കർത്താവ് വിലപ്പെടുവാൻ വചനത്തിൽ നിലനിൽക്കുവാനും ഇടയാക്കുന്നു. കുടുംബനാഥിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ എല്ലാ ജീവിതത്തിലെ ആഗ്രഹ പ്രാർത്ഥനകൾ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് പോലെ വിശിഷ്ടാൽ കാണിക്കാൻ നൽകിയ ഓരോരുത്തരും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഭവിക്കുന്ന കുടുംബനാഥനും അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ദേവാലയത്തിന്റെ ദൈവ സേവനങ്ങളെ കാണണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേഖലകളെ അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് ഈ സമയം സെൽവരാജിനെ കുടുംബത്തിനെ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കും. ധാരാളം വർക്കിലെടുപ്പാനത്തോളം സഹായിക്കണം. ഈ ഒരു ജോലി തലങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നവർ ആ പുതിയ മേഖല എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണം. ജീവിതത്തിൽ അന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മീയ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങൾ പറയുകയാണ്. ദീപനെ ഈശ്വരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് വ്യക്തിപരമായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണം. ദൈവം കൊടുത്തിരിക്കുന്ന ദൈവഭയത്തിനായിട്ട് പ്രാർത്ഥന ജീവിതത്തിനായിട്ട് അന്ന് പറയുന്ന സമയമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും സഹായിക്കുന്നവർ പ്രതിയുടെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവ് തീർക്കണം. കർത്താവ് കുടുംബനാഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉദാഹരണമായിട്ട് നൽകി മകളവും കർത്താവ് നന്മകളാലും അനുഗ്രഹങ്ങളാലും പാലിക്കണം. പരിശുദ്ധ കർത്താവിനെ ആദിയെയും അഗ്നിയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആദിയെയും അഗ്നിയെയും നമ്മുടെ കരങ്ങളിലേക്ക് കരുതും. കർത്താവിന്റെ മക്കളുടെ പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിക്കുന്നവർ മൂന്നാമത് ജന്മദിനം ആഘോഷിപ്പാനത്തോളം കർത്താവ് നൽകുന്ന അവസരത്തിനായിട്ട് നന്ദി പറയും. കഴിഞ്ഞ 3 വർഷക്കാലം ഈ മക്കൾ അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് നടത്തിയതോർത്ത് നന്ദി പറയും. പുതിയ വയസ്സ് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമർത്ഥമാക്കി നൽകണം. കർത്താവിനെ ആദിയെയും അഗ്നിയെയും 2 വാക്കും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വളരുവാൻ മുഴുവാൻ ശോഭിപ്പാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണം. കർത്താവെ റോബിൻസൺ എന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സമർപ്പിച്ചിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണമേ. അദ്ദേഹത്തിന് ആവശ്യമായിരിക്കുന്ന ആരോഗ്യം ബലവും നൽകണമേ. അദ്ദേഹത്തിന്റെ സമൃദ്ധികൾ അനുഗ്രഹിക്കണം. വർദ്ധിച്ച് പെരുകുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം.
പരിശുദ്ധ കർത്താവെ അതുപോലെ കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമയം ഓർക്കും. പ്രത്യേകിച്ച് കർത്താവെ കളത്തുകാൽ സഭയ്ക്കായൊരു ലൈറ്റ് വാങ്ങി കാണിക്കായി സമർപ്പിച്ചിരിക്കുന്ന കർത്താവെ KR ഷാനി സാറിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അദ്ദേഹത്തെ പ്രാർത്ഥന അദ്ദേഹം സഭകൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും നോക്കും. അദ്ദേഹം നൽകിയിരിക്കുന്ന എല്ലാ നല്ല താല്പര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹം ഇത് സമർപ്പിച്ചിരിക്കുന്നതായിട്ട് ചെയ്യുമെന്ന് അനുഗ്രഹിക്കണമേ. ഇത് കളത്തുകാർ സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ വിനിയോഗിക്കുവാൻ സഹായിക്കണമേ. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങൾ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നന്മകളായും അനുഗ്രഹങ്ങളായും ഇന്ന് പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ പേരില്ലാതെ കാണിച്ച് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോ ഉദ്ദേശത്തോടു കൂടെ എല്ലാ ആഗ്രഹത്തോടു കൂടി ഇവിടെ നൽകിയിരിക്കുന്നുവെന്ന് ഉള്ളവരുടെ ചോദ്യം ചെയ്ത കർത്താവ് അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ആഗ്രഹം മുക്തപ്പെടണം എന്ന് പ്രവർത്തിക്കണം. പരിശുദ്ധ കർത്താവ് ലേലസാധനങ്ങൾ കാണിക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോർക്കും ദൈവം നൽകിയ കർത്താവ് നന്മയുടെ വിളവിന്റെ ഒരു നാട് ദശാംശമായി സമർപ്പിക്കാൻ നിയമങ്ങൾക്ക് നൽകിയ മനസ്സിനായിട്ട് നന്ദി പറയുന്ന കാണിക്കുന്ന സ്വീകരിക്കണമേ. കൂടുതലായിട്ട് പകർന്നിറക്കണമേ. സഭയ്ക്ക് ആസനയായ യാഗമായിട്ട് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവിലൂടെ കർത്താവിന്റെ കളത്തുകാൽ സഭയോർക്കും കഴിഞ്ഞ ആഴ്ചയിൽ കളത്തുകാൽ സഭയിൽ നടന്ന പണികളിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും നിസ്സന്ദയം ഓർക്കും. എല്ലാവരെയും നിസ്സന്ദയം ഓർക്കും പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണം. ഇനിയും സഭാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവ്, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. പോലെ പാപകടങ്ങളെ നിങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്. ആമേൻ. നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. ഇരുമുഖം നിങ്ങളുടെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് വിടവ് ഞാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മീൻ ഉയർത്തി നിങ്ങൾക്ക് സമ്മതം നൽകുമാറാകട്ടെ. ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് അറിയിപ്പുള്ളത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ കളത്തുകാൽ സഭയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. അകവും പുറവും പള്ളിയുടെ അകവും പുറവും നാം പൂശി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തറ കുറച്ച് പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ചുറ്റും കുറച്ച് പണികളിലൂടെ ഉണ്ട്. ഇലക്ട്രിക്കൽ വർക്കുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളത് എന്നതാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ദൈവം നമ്മിലൂടെ സാധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മനോഹരമായ ഒരു ആലയം അത് മനോഹരമായ ഒരു ആലയമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കുറച്ച് പണികളിലൂടെ അവശേഷിക്കുന്നു. പ്രത്യേകിച്ചൊരു വലിയൊരു തടസ്സം നമ്മുടെ മുമ്പിലുള്ളത്, വലിയൊരു വെല്ലുവിളിയായിട്ട് മുമ്പിലുള്ളത് അവിടെ നമ്മുടെ കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ്.
അതിനുള്ള പെർമിറ്റ് പഞ്ചായത്തിൽ നിന്നും ഈ കൊറോണയ്ക്ക് മുമ്പ് തന്നെ നാം വാങ്ങിയതാണ്. കൊറോണ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ പിറകിലുള്ള ഒരു വ്യക്തിക്ക് വഴി വേണമെന്ന് പറഞ്ഞ് തർക്കമാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് നമ്മുടെ വസ്തുവിൽ കൂടെ, 2 വസ്തുവിൽ കൂടെ അല്ല, നമ്മുടെ വസ്തുവിൽ കൂടെ അവർക്ക് സ്ഥലം വിട്ടുകൊടുക്കണം. സ്ഥലം വിട്ടുകൊടുക്കാൻ ഒരു സ്ഥലവും നമുക്കവിടെ സ്ഥലമില്ല. അതാണ് പ്രശ്നം. നമ്മുടെ പള്ളിയുടെ ചുവര് അതിനോട് ചേർന്നിരിക്കുകയാണ്. അവിടെ 1 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിന് 1 മീറ്ററാണ് പള്ളിയുടെ ചുവര്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഏകദേശം അതിനോട് ചേർന്നാണ് നിൽക്കുന്നത്, പള്ളിയുടെ ഷീറ്റ്. നമുക്ക് ഈ വിട്ടുകൊടുക്കാൻ സ്ഥലമില്ല. അവിടെ പറയുന്ന വ്യക്തിക്ക് വേറെ വഴിയുണ്ട്, ഓട്ടോ വരുന്ന വേറെ വഴിയുണ്ട്, സൗകര്യം എല്ലാം ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മുടെ പള്ളിയുടെ അതിലെ വഴി വേണമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രമാണം നോക്കിയപ്പോൾ, മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ നമ്മുടെ ഭാഗത്താണ് നീതി. കാരണം അവരുടെ പ്രമാണത്തിൽ വഴി പറയുന്നില്ല, നമ്മുടെ പ്രമാണത്തിൽ വഴി പറയുന്നില്ല. മുമ്പ് നടന്നുകൊണ്ടിരുന്നു, തുറന്നു കിടന്നപ്പോൾ നടന്നുകൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വലിയൊരു തടസ്സം അവിടെ ഉണ്ട്. അവർ രാഷ്ട്രീയമായിട്ടൊക്കെ അവർ ഇടപെടൽ നടത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രതികൂലം നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ മുൻപായിട്ട് പ്രാർത്ഥിക്കണം. പള്ളി മാത്രം പണി പൂർത്തീകരിച്ചുകൊണ്ടാകില്ല, അത് കോമ്പൗണ്ട് കെട്ടി കയറ്റിട്ടാലേ അത് സുരക്ഷിതമാകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അത് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം, മനസ്സോടെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ഈ ആച്ചാര്യ പള്ളിയുടെ പണികൾ ഓണത്തിന് ശേഷം അടുത്ത മാസം ആദ്യം മുതൽ നമ്മൾ വീണ്ടും ആരംഭിക്കുവാനിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വളരെ പ്രധാനമാണ്. ഇത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ പള്ളി നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന വളരെ വലുതാണ്. കാരണം കളത്തുകാർ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനൊരു പരിശ്രമിച്ചപ്പോൾ കാണിക്ക എവിടെ നിന്ന് വന്നതുപോലും അറിയത്തില്ല. പ്രതീക്ഷിക്കാത്ത കൈകളിലൂടെ കാണിക്കകൾ വന്നു. അവിടെ ഇനി കാണിക്കയുടെ ആവശ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, കാണിക്കയുടെ ആവശ്യമുണ്ട്. ഇനി കുറച്ചുകൂടി നമുക്ക് കാണിക്കയുടെ ആവശ്യമുണ്ട്. പറ്റുന്നവർ കളത്തുകാർ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ പണികൾ തുടങ്ങിയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം വേണം. പ്രത്യേകിച്ച് കാണിക്ക മാത്രമല്ല, നിങ്ങൾ ആളായിട്ട് ഇവിടെ നിന്ന് പണികൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ ഇവിടെ ആളായിട്ട് നിന്ന് പണികൾക്ക് നിങ്ങൾ പങ്കാളിത്തം വഹിക്കണം. കാരണം ഇത് നമ്മുടെ പള്ളിയാണ്. പാസ്റ്റർമാർ മാറിപ്പോകും, കമ്മിറ്റികൾ മാറിപ്പോകും. ഇത് പാസ്റ്ററുടേതോ അല്ലെങ്കിൽ കാലാകാലം വരുന്ന കമ്മിറ്റിയുടേതല്ല ഈ പള്ളി. എൻ്റെ പള്ളിയല്ല, എൻ്റെതെന്ന് അങ്ങനെ പറയാനായിട്ട് എനിക്ക് അവകാശമില്ല. ഇത് ഒരു പാസ്റ്ററുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളുടേതോ അല്ല പള്ളി. പാസ്റ്റർ മാറിപ്പോകും, കമ്മിറ്റി മാറിപ്പോകും. ഇത് നമ്മുടെ ഓരോരുത്തരുടെ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാഞ്ചി നമുക്ക് നമ്മുടെ പള്ളി പണിയണം. നാം ആരെയും മുഖം നോക്കണ്ട. നാം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. കളത്തുകാരും ഞാൻ അതാണ് ചിന്തിച്ചത്. കളത്തുകാരും ചെയ്യുന്നത് ആർക്കാണ്? ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പോയിരുന്ന കമ്മിറ്റിക്ക് അല്ല. അവരൊന്നും ഒന്നുമല്ല, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് പാസ്റ്റർ മഹത്വമല്ല, കമ്മിറ്റിയിലെ വലിയ പ്രാഗൽഭ്യമൊന്നും അല്ല, ദൈവമഹത്വമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സഭയുടെ പണികളിൽ നമുക്ക് തുടങ്ങി വളരെ നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് കാണിക്കുക നമ്മൾ മാക്സിമം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാന പ്രാർത്ഥന നിങ്ങളുടെ സഹകരണം. നിങ്ങൾ പുരുഷന്മാരെ ആളായിട്ട് വന്ന് നിങ്ങളെ സാധു രീതിയിലുള്ള പണികൾ നിങ്ങൾ പങ്കാളികളാകണം. ശരി, മറ്ററിയിപ്പോൾ സഭയുടെ പ്രസിഡന്റ്. വനിതാ സംഘത്തിന്റെ ഒരു അറിയിപ്പുണ്ട്. 30/8/2020 വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം വനിതാ സംഘം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വനിതകളും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം കളത്തുകാർ പള്ളിയുടെ അവസാനവട്ട പണികൾ അകവും ഒന്ന് വൃത്തിയാക്കി, ചുറ്റുപാടും ഒന്ന് വൃത്തിയാക്കി അത് പൂർത്തിയാക്കേണ്ട പണികൾ ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. സഭയായ എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും നിർലോഭമായ സഹായ സഹകരണങ്ങൾ കളത്തുകാർ പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട്. മണന്തല പള്ളിയിൽ നിന്ന് 7 ബെഞ്ച്, കസേര കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റുകൾ അറിയിക്കുന്നതായിരിക്കും വരുന്ന ആഴ്ചകളിൽ. 6/9/2020 ആരാധനയ്ക്ക് ശേഷം, ഈ പള്ളിയുടെ ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് കളത്തുകാർ പള്ളിയുടെ ഒരു നന്ദിയർപ്പണ ആരാധന, അതിൻ്റെ പണികൾ പൂർത്തിയാക്കി ഒരു നന്ദിയർപ്പണ ആരാധനയായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതിന് അടുത്ത ആഴ്ച മുതൽ
സാധാരണ ആരാധനയായിരിക്കും. 6/9/2020 വരുന്നതിൻ്റെ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം 11 മണി സഭയായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 6/9/2020 ഞായറാഴ്ച 2 ആരാധനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയുടെ പണികൾ പുനരാരംഭിക്കുന്നതാണ്. അതിലും സഭയായിട്ട് എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഘുസമ്പാദന പദ്ധതിയുടെ പുതിയ കിറ്റ് ഈ മാസം ആരംഭിക്കുന്ന പേര് കൊടുത്തിട്ടുള്ളവർ എൻ്റെ തുക കണിയുന്നവരെ ഏൽപ്പിക്കേണ്ടത്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ മണ്ണന്തല സഭയിൽ നിന്നും 8 ബെഞ്ചുകളും അതുപോലെ 10 കസേരയും നമുക്ക് അവർ തരാതെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചാരി ബെഞ്ചാക്കിയപ്പോൾ അല്ലാത്ത ബെഞ്ചുകൾ അവർ മാറ്റി ആ ബെഞ്ച് മുമ്പ് തരാതെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റാണ് ഷാജി സാർ ഒരു ലൈറ്റ് നമുക്ക് വാങ്ങി തന്നത്. സഭയുടെ പേരിലുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു.